ഈ MP മാരെ മത്സരിപ്പിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തല്ലോ. യഥാർത്ഥത്തിൽ ആ തീരുമാനം വലിയ പ്രശ്നങ്ങളായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടാക്കിയത്. പക്ഷെ പിന്നീട് അത് ഒതുക്കി തീർത്തു, മുന്നോട്ട് പോയി. അത് അന്ന് ആ ഘട്ടത്തിലെടുത്ത തീരുമാനത്തെ എങ്ങനെയാണ് അംഗീകരിച്ചത്? ഞാൻ ആ അഭിപ്രായം ശരിയാണ്. കാരണം എപ്പോഴും നമ്മൾ നോക്കേണ്ടത് അസംബ്ലി ഇലക്ഷൻ പാർലമെന്റ് ഇലക്ഷന് 2 കൊല്ലത്തെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഞാൻ അന്ന് ഇന്ന് അഭിപ്രായക്കാരനാണ്. പക്ഷേ വേറെ അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. നിയമത്തെ എനിക്കൊരു എക്സംഷൻ നൽകിയതുപോലെ ഒരുപക്ഷെ സുധാകരനും ഷാഫിക്കും ധർമ്മടത്ത് സുധാകരനോ ഷാഫിയോ മത്സരിച്ചു വരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഒരു പോസിറ്റീവ്, റഷീദ് അലി നന്നായിട്ട് പോയി. പക്ഷെ അദ്ദേഹത്തിനുണ്ടായൊരു പരാതി എന്താന്ന് പറഞ്ഞാൽ നേതാക്കന്മാരും അങ്ങോട്ട് പോയില്ല എന്ന്. നേരെ മറിച്ച് സുധാകരനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേതാക്കന്മാർക്ക് അവരങ്ങോട്ട് എത്തും. അപ്പം അങ്ങനെ എക്സംഷൻ ഒന്ന് കൊടുക്കായിരുന്നു. അത് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ.